നമുക്ക് വീണ്ടും തുടർന്ന് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വരാം. ഈ പുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഇതിങ്ങനെ ചുറ്റും ചെയ്തിട്ടുണ്ട്. ഒരു മാതളപ്പഴം ഒരു മണി, ഒരു മാതളപ്പഴം ഒരു മണി, ഇങ്ങനെ ചുറ്റും വസ്ത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു മാതളപ്പണി, അത് ആ മാതളപ്പഴം അതിൻ്റെ അടുത്തൊരു മണി, ഒരു മാതളപ്പഴം ഒരു മണി, ഇങ്ങനെ ചുറ്റും റൗണ്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാം, എന്തിനാ ഈ മാതളപ്പഴം ചെയ്ത്? മണിശബ്ദം കേൾപ്പിക്കാനാണെങ്കിലേ മണി മാത്രം പോരെ. ന്യായമായൊരു ചിന്തയാണ്. ശബ്ദം കേൾക്കുവാനാണെങ്കിൽ മണി മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം തമ്പുരാൻ ആമേൻ എന്തിനാണ് ഇത് അവിടെ ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരാം. അവിടെ അതിൻ്റെ ഒരു പ്രധാന കാരണം, പ്രൈസ് ദി ലോർഡ്, ഈ വസ്ത്രത്തെ മറ്റൊരു ഭാഗം കൊണ്ട് കൂടെ നമുക്ക് നിർവചിക്കാനുണ്ട്. ഈ വസ്ത്രങ്ങളെ മറ്റൊരു ഭാഗം കൊണ്ട് നോക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 10-ാം വാക്യം കൂടെ ഒന്ന് നമുക്ക് വായനയിൽ സഹായിച്ചാൽ സഹോദരി ഇപ്പോൾ വായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൽ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളെ കൂടെ കാണിക്കുന്നുണ്ട്. ഒരു പുരോഹിതന്റെ വസ്ത്രം അവൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ആമ സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഒരുവന്റെ പാപത്തിന് പരിഹാരം വന്നു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന രണ്ട് വസ്ത്രങ്ങളുണ്ട്. വേദപുസ്തകം പഠിപ്പിക്കുന്ന രണ്ട് വസ്ത്രങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പഠിക്കുന്നു. രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും. രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും. ഇത് പുറമേ നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല. നമ്മുടെ അന്തരാത്മാവിൽ, ആത്മമണ്ഡലത്തിൽ ദൈവം നമുക്ക് നൽകപ്പെടുന്ന രണ്ട് വസ്ത്രങ്ങളാണ്. രക്ഷാവസ്ത്രവും നീതി എന്ന അങ്കിയും. ഇത് അതിന് നിഴലാണ്. അപ്പോൾ ഈ രക്ഷാവസ്ത്രത്തെയും നീതി എന്ന അങ്കിയും ഈ അങ്കിയുടെ പുറത്ത്, ഈ നിലയങ്കിയുടെ വിളിമ്പിൽ ശബ്ദം കേൾപ്പിക്കാൻ മണി മാത്രം പോരാ, അതിൽ മാതളപ്പഴം കൂടെ ചേർത്ത് കെട്ടണം. മാതളപ്പഴം എന്തിന് നിഴലായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മീകമായ ആത്മഫലത്തിന് നിഴലായിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ അഭിഷേകത്തിൻ്റെ മണിശബ്ദം മാത്രം കേൾപ്പിച്ച പോരാ, അവൻ ആത്മമണ്ഡലത്തിൽ, അവൻ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട്, ആത്മാവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചതുകൊണ്ട്, അവൻ ആത്മാഭിഷേകം പ്രാപിച്ചതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ ജഡത്തിൻ്റെ ഫലം മാത്രമല്ല, ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണമെന്ന് വേദപുസ്തകം നമ്മളെ ഗ്രഹിപ്പിക്കുന്നു. നമ്മൾ ആരംഭത്തിൽ ഓർപ്പിച്ചൊരു വാക്യമുണ്ട്. റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 7:5. റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം. മുമ്പേ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുമാറ് മതി. അപ്പം മുമ്പേ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ജഡത്തിന്റെ പാപരാഗങ്ങൾ നിമിത്തം, പാപസ്വഭാവ നിമിത്തം മരണത്തിന്റെ ഫലം, മരണത്തിന്റെ കായ്കൾ, മരണത്തിന്റെ കനി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു. ഇനി 4-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് മതി. അപ്പൊ ഇനി പുതിയൊരു ഫലത്തിന് ഉടമയാകണം. നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവൻ ഇനി ഏത് ഫലത്തിന് ഉടമയാകണം? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വാക്യം കൊടുന്ന് വായിച്ച്. ഗലാത്യ ലേഖനം 5:22-23 വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. അപ്പൊ നോക്കണം, ഇനി വേറൊരു കാര്യം കൂടെ ഇതിനോട് കണക്ട് ചെയ്ത് ഞാൻ പോകാൻ ആഗ്രഹിക്കുക.
ന്യായപ്രമാണം. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ ഏതിന് അനുകൂലമാണ്? കണ്ടോ, ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു മുമ്പ് പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ എപ്പോഴോ ഓർപ്പിച്ച കാര്യമാണ്. യേശു മുമ്പ് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അന്തസത്ത എന്താണ്, ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മികത എന്താണെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇതിനെ നിവർത്തിപ്പാൻ, കണ്ടോ, അതാ യേശു ക്രിസ്തു. ന്യായപ്രമാണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്നത് യാഗങ്ങൾ, കർമ്മങ്ങൾ, 10 കൽപ്പന, ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ യാഗങ്ങളാകട്ടെ, ശബത്തുകളാകട്ടെ, ന്യായപ്രമാണത്തിൻ്റെ വിവിധമായ എല്ലാ കൽപ്പനകളുടെയും അന്തസത്ത, അതിനകത്ത് ദൈവം കാണുന്ന ധാർമ്മികത എന്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇത് അന്ന് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എപ്പോൾ? ന്യായപ്രമാണ കാലത്ത്. ഇപ്പം വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം അതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഇന്ദ്രിയ ജയത്തിൻ്റെ കാര്യം അന്നേ കിടക്കുക. അപ്പം ഈ കാര്യം നിറവേറാൻ വേണ്ടിയിട്ട് അന്ന് കൽപ്പന കൊടുത്തത്. അത് ചെയ്യാതിരിക്കുമ്പോൾ ഇത് നിറവേറും. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് യേശു അവിടെയും എടുത്ത് പറഞ്ഞ ന്യായം, കരുണ, വിശ്വസ്തത ഇത് നിങ്ങൾ എന്ത് ചെയ്യാണ്? ത്യജിച്ച് കളയുകയാണ്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ്, ആത്മീക മൂല്യങ്ങളാണ്. അപ്പം അത് നിവർത്തിപ്പാനാണ് യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഈ മാതളപ്പഴം ചുറ്റും ഇട്ടേക്കുന്നതിൻ്റെ ആത്യന്തികമായ ദൈവിക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, മഹാപുരോഹിതനാകട്ടെ, വീണ്ടെടുക്കപ്പെട്ട യാതൊരു പുരോഹിതനാകട്ടെ, ദൈവജനമാകട്ടെ, ഉയരത്തിലെ മനുശബ്ദം മാത്രം കൽപ്പിച്ചാൽ പോരെ. പുതിയ നിയമസഭയോടുള്ള സന്ദേശം പറയാം, നമ്മൾ വെറും അന്യഭാഷ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മാതളപ്പഴം കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. മാതളം പച്ചക്കായാലും മാതളം പഴുത്ത കായ എന്നാണ്. ഈ പച്ചക്കായ്ക്കും പഴുത്ത കായ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എത്ര പുളിപ്പുള്ള ഒരു ഫലമായാലും പച്ചയിൽ അത് എത്ര കഴിക്കാൻ കൊള്ളാത്തതായാലും ഏറെക്കുറെ കഴിക്കാൻ പുളിപ്പുള്ളതാകാം, കയ്പുള്ളതാകാം. എന്നാൽ അത് പഴുത്ത് പാകമാകുമ്പോൾ എങ്ങനെ വരും? മധുരമായിട്ട് മാറും. അപ്പം എന്താ ഈ ഒരു മാതളം പച്ചക്കായ് അവിടെ തൂക്കാൻ പറയാം, മാതളപ്പഴമെന്ന് തന്നെ പറഞ്ഞതിൻ്റെ കാരണം, ഒരുവൻ ക്രിസ്തുവിലായാൽ ക്രിസ്തുവിൽ ജീവിച്ച് അവൻ പക്വതയുള്ളവനായി, ആത്മീക പക്വതയുള്ളവൻ. പഴുത്ത് എന്ന് പറഞ്ഞാൽ ഇനി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പുറത്ത് വേറൊരു സ്റ്റേജില്ലാക്കാൻ ഓരോ ഫലത്തിനും പഴുത്ത് കഴിയുന്നതോടെ അതിൻ്റെ പരിപൂർണതയിലേക്ക് വരികയാണ്. പിന്നെ അടുത്ത് അതിനകത്തുനിന്ന് ഉളവാകുന്ന ഏതാണെന്ന് ചോദിച്ചാൽ പഴുത്ത ഫലത്തിൻ്റെ പുറം മാംസം അഴുകിയിട്ട് അകത്തുള്ള വിത്തിൽ നിന്ന് പുതിയ ജീവനാണ് ഉളവാകുന്നത്. കായ്ക്കകത്തൊന്നും ജീവൻ ഉളവാക്കാൻ കഴിയില്ല. പഴുത്ത് പാകമാകുന്ന കായ്ക്കകത്തൊന്നും ജീവൻ ഉളവാക്കാൻ കഴിയുന്നത്. അപ്പോൾ പഴുത്ത മാതളം പഴം അതിൻ്റെ രൂപത്തിൽ ചുവപ്പ് നൂല് കൊണ്ട് അത് ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം, ക്രിസ്തുവിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൽ പക്വതയുള്ളവനായി, ക്രിസ്തുവിൽ മറ്റൊരു ജീവനെ ഉളവാക്കാൻ, മറ്റൊരു വിശ്വാസിയെ ഉളവാക്കാൻ, മറ്റൊരുവനിലേക്ക് ദൈവകൃപ പകരപ്പെടുന്ന, അതാ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ എന്ന് എഴുതിയിരിക്കുന്നു. ധാരാളം അന്യോന്യം ദൈവകൃപ ഒരുത്തൻ്റെ കൃപ വേറൊരുത്തൻ എന്ത് ചെയ്തു? അനുഭവിച്ചത്. അതെങ്ങനെ ഒരുത്തൻ്റെ കൃപ വേറൊരുത്തൻ അനുഭവിക്കുന്നത്? നിങ്ങൾ അത് എത്ര പേര് ഗ്രഹിക്കുന്ന അനുഭവമുള്ളവർ കാണും. അതായത് നോക്കൂ, നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങൾ അത്യന്തപരമായ ദൈവകൃപ നിങ്ങളിലേക്ക് വ്യാപരിക്കും. നിങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നിങ്ങളിലുള്ള ദൈവകൃപ കൂടെ ഇരിക്കുന്ന വിശ്വാസികളിലേക്ക് പകർന്ന് ഒരു വലിയ ആത്മപകർച്ച വ്യാപരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ പറഞ്ഞേക്കുന്നത്, ധാരാളം ദൈവകൃപ. നിങ്ങളിൽ ഒരാളിന് രോഗശാന്തിയുടെ കൃപയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതെങ്കിൽ, രോഗശാന്തി ഇല്ലാത്ത വേറൊരു സഹോദരനോ സഹോദരിക്കോ നിങ്ങളിലുള്ള കൃപ പകരപ്പെടുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങളിൽ രോഗശാന്തി ഉള്ള ഒരു സഹോദരന് പ്രവചനത്തിൻ്റെ ആത്മാവില്ലായിരിക്കാം, പക്ഷേ പ്രവചനാത്മാവിനാൽ വേറൊരാളിന് പ്രവചനത്തിന്റെ കൃപ ലഭിച്ച, കൃപാവരം ലഭിച്ച ആള് അദ്ദേഹത്തിൽ നിന്നുള്ള പ്രവചനാത്മാവിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളുടെ മേൽ ആശ്വാസം പകർന്നുകൊണ്ട്, പ്രതീക്ഷ പകർന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ നടത്തിപ്പും അദ്ദേഹത്തിന്റെ അധരങ്ങളിലൂടെ നിങ്ങൾക്ക് പകർന്നു. അതാ ധാരാളം ദൈവകൃപ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോൾ പാകമാകുന്ന ഒരുവൻ ദൈവകൃപയ്ക്കകത്ത് എന്ത് ചെയ്യും? ദൈവകൃപയാൽ ഇത് പാകമാകപ്പെടും.
അപ്പോൾ ഈ മണി എങ്ങനെയാണ് ശബ്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഈ ഈ മാതളപ്പഴത്തിനോട് അടുത്താണ് ഈ മണി കെട്ടിയിരിക്കുന്നത്. മണി ഇതിൽ തുന്നിച്ചേർത്തിരിക്കുന്നത്. അപ്പം ഈ മണി ശബ്ദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മാതളപ്പഴത്തിൽ തട്ടിയാണ് മണി എന്ത് ചെയ്യുന്നത്? ശബ്ദിക്കുന്നത്. മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ആയിഷ്ടം. ഈ ചലനത്തിനൊത്ത് മണി മാതളപ്പഴത്തിൽ തട്ടി ശബ്ദം പുറത്തേക്കുണ്ട്. ഇന്ന് പെന്തക്കോസ്ത് സഭയുടെ ഒരു അപജയം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മാതളപ്പഴം പറഞ്ഞു പോയി. മാതളപ്പഴം എന്ത് ചെയ്തു? പഴമെല്ലാം തെറിച്ചു പോയി, ഫലമെല്ലാം പോയി, വെറും മണി മാത്രം ശബ്ദിക്കുക. ഈ മണിശബ്ദം കൊണ്ട് മാത്രം പെന്തക്കോസ്ത് സഭ, ചിലർക്കൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിഷമം തോന്നാം. ഞാൻ പറയുന്ന പല കാര്യങ്ങളും അപ്രിയ സത്യങ്ങളാണ്, പ്രിയപ്പെടാത്ത സത്യമാണ്, പക്ഷേ അപ്രിയ സത്യമാണ്. അതുകൊണ്ട് മീഡിയാസിലൂടെ കാണുന്ന പലർക്കും ഇത് അപ്രിയ സത്യമായിട്ട് തോന്നാം. യാഥാർത്ഥ്യം അതാണ്. മടങ്ങി വരാനും തിരിച്ചറിയാനും ഉണരുവാനും നമ്മളെ തന്നെ പുതുക്കി ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിൽ വളർന്ന് നിത്യതയിൽ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം പകരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് നമ്മൾ പലരും തൃപ്തിപ്പെടുന്നത്, എനിക്ക് അന്യഭാഷയുണ്ട്, ഞാൻ ദൈവത്തോടു കൂടെയാണ് ആയിരിക്കാം. പക്ഷേ ദൈവം പറയുന്നത്, നിന്റെ മണിശബ്ദം കേൾക്കുന്നത് വെറുതെ മണിശബ്ദം കേൾക്കരുത്. ഈ മാതളപ്പഴത്തിൽ തട്ടി വേണം മണി ശബ്ദിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ പറഞ്ഞ ആത്മീക ഫലത്തിൽ തട്ടി വേണം എന്ത് ചെയ്യാൻ? ഈ മണിശബ്ദം കേൾക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ മാതളപ്പഴം പറഞ്ഞ് താഴെ വീണുപോയാൽ പ്രാകാരത്തിൽ നിന്ന് ഈ പുരോഹിതന് പ്രാകാരത്തിൽ നിന്ന് മണിശബ്ദം കേൾക്കാം. മാതളപ്പഴം താഴെ എല്ലാം പറഞ്ഞു പോയിട്ട് മണി മാത്രമേ ഉള്ളെങ്കിൽ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് ശബ്ദം കേൾപ്പിക്കാം, മണി കേൾക്കാം. അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അകത്ത് മാതളപ്പഴവും മണിയും കൂടെ ചേർന്ന് വേണം അകത്ത് കയറാൻ. അകത്ത് കയറുമ്പോൾ പഴവും മണിയും ഇല്ലെങ്കിൽ, മണിയോട് ചേർന്ന് മാതളപ്പഴവും ഇല്ലെങ്കിൽ ഈ പുരോഹിതൻ അവിടെ അകത്ത് മരിച്ചു വീഴും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആത്മീക ഫലം നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ, പുതിയ നിയമസഭയുടെ രാജകീയ പൗരോഹിത്യം വഹിക്കുന്ന ശുശ്രൂഷാവൃന്ദമേ, ദൈവസഭയെ, ദൈവജനമേ, നമ്മുടെ ആത്മീക ഫലം നമ്മളിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ നമ്മൾ മരിച്ചവന് തുല്യനാണ്. മണിശബ്ദം കേൾപ്പിക്കാം. ഏതാ? പഴയ എക്സ്പീരിയൻസിൽ മണിശബ്ദം കേൾപ്പിക്കാം. മറ്റുള്ളവരെ എൻ്റെ മണി പറഞ്ഞു പോയത് നമുക്കറിയാം, അല്ല മാതളപ്പഴം പറഞ്ഞു പോയത് നമുക്കറിയാം. പക്ഷേ അതിനോട് മരണം സംഭവിച്ചത് നമുക്കറിയാം. അടുത്തവൻ്റെ മുമ്പിൽ ഈ മണിശബ്ദം കേൾപ്പിച്ചെങ്കിലും ഞാൻ മരിച്ചുപോയി, ആത്മീക മരണം സംഭവിച്ചു എന്ന് അവൻ തിരിച്ചറിയുമല്ലോ എന്ന് കരുതി നമുക്ക് മണിശബ്ദം വേണമെങ്കിൽ കേൾപ്പിക്കാം. ഏതാ? പഴയ എക്സ്പീരിയൻസിൽ. പക്ഷെ നമ്മൾ മരണത്തിന് അധീനരാണ്. ആത്മീക മരണം, അക്ഷരാർത്ഥത്തിലുള്ള മരണമല്ല, ആത്മീക മരണം. അപ്പോൾ മണിശബ്ദം കേൾപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. ഈ മാതളപ്പഴം കൂടെ നമ്മളോട് ചേർന്ന് വേണം. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ്. മരിച്ചു വീഴും. അത് സത്യമല്ലേ? അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ ആത്മീക സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് അന്യപ്പെട്ടു പോകുന്നതല്ല. പല ദിവസങ്ങളായി നമ്മുടെ ആത്മീയ സ്വഭാവം നമ്മളിൽ നിന്ന് അന്യപ്പെട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് അകത്തെ പുരോഹിതൻ, അകത്തെ മണിശബ്ദം കുറഞ്ഞു വരും. എന്നാൽ അതിനെ പുതുക്കി പണിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ച് വരും. അതുകൊണ്ട് മണിശബ്ദം മാത്രം പോരാ, മാതളപ്പഴവും കൂടെ വേണം. മാതളപ്പഴവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഗുണകരമുള്ളൂ എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പുരോഹിതൻ്റെ ഈ നീലനൂൽ കൊണ്ടുണ്ടാക്കിയ അങ്കിയിലാണ്, ഈ പുറത്തെ രക്ഷാവസ്ത്രത്തിലാണ് ഈ രണ്ട് കാര്യങ്ങളും ഇതിനെ തുന്നിച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഒരു കാര്യം കൂടി അതിനോട് എന്നെ രക്ഷ എന്ന അങ്കി ഇടിപ്പിച്ചിരുന്നു. നീതിയുടെ വസ്ത്രവും രക്ഷാവസ്ത്രവും ധരിപ്പിച്ചിരിക്കുമ്പോൾ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ഫലവും ഈ മണിശബ്ദവും നിലനിൽക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. രക്ഷയോടുള്ള ബന്ധത്തിലാണ് അത് നിൽക്കുന്നത്. രക്ഷ ശിക്ഷയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് നഷ്ടപ്പെടും. ഫലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മണിശബ്ദം നഷ്ടപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഏതാ? ഫലം നഷ്ടപ്പെട്ടു പോയാൽ മണിശബ്ദം. ഈ മണിശബ്ദവും നിലച്ചു പോയാൽ രക്ഷയുടെ അങ്കി നമ്മളെ വിട്ട് അന്യപ്പെടും എന്നുള്ളതും മറന്നു കളയരുത്.
രക്ഷയുടെ അങ്കി നഷ്ടപ്പെടും, നീതിയുടെ വസ്ത്രവും നഷ്ടപ്പെടും. ഇത് രണ്ടും ആത്മമണ്ഡലത്തിൽ നടക്കുന്നതാണ്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. 3. ഇനി നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വരാമോ? പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ ഒരു 40 മുതലുള്ള വാക്യം വായിക്കണം. മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപുരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് ഇനി അതിന്റെ 29-30 ഒന്ന് വായിക്കാമോ? 29-30. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. മതി, എന്നെ ശ്രദ്ധിക്കണം. ഇതിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ നീല അങ്കിയുടെ പുറത്ത് ഏഫോദ് അങ്കി എന്ന് പറയുന്ന ചിത്രത്തയ്യലുള്ള നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല് ഇവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏഫോദിൻ്റെ അങ്കിയുണ്ട്. എന്താണ് ഏഫോദ് എന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഇതിനെ ഉറീമും സത്യമെന്നും ന്യായവിധി പതക്കമെന്നും പറയുന്ന 12 രത്നങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഗോത്രത്തെ പ്രതിനിധീകരിക്കുന്ന 12 ഗോത്രങ്ങളുള്ള 12 ഗോത്രങ്ങൾക്കും കണക്കാക്കി 12 രത്നങ്ങൾ കൊണ്ട് രത്നങ്ങൾ പതിപ്പിച്ച ഇതാണ് ഈ പ്രൈസലോ ഏഫോദ് അങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 29-30 വായിക്കണം. 28-ന്റെ 29-30 ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ, ഇതിന് ന്യായവിധി പതക്കം എന്ന ഒരർത്ഥമുണ്ട്, പേര് ഇതിനുണ്ട്. ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിൽ വഹിക്കണം. ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വയ്ക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. നോക്കണം, ഇതെന്തിനാ ഇത് വെക്കുന്നതെന്ന് ചോദിച്ചാല്, ഇത് തന്റെ നെഞ്ചിനോട് ചേർത്താണ് ഇത് ചിത്രത്തയ്യലായിട്ട് അണിഞ്ഞ് ഇതിനെ പതിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിനുള്ള ന്യായവിധി തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 12 അവിടെ ഇതിനകത്ത് കയറുമ്പോൾ എന്തിനാണ് താൻ ഇതിനകത്ത് കയറുന്നതെന്ന് ചോദിച്ചാൽ, പുറത്തു നിൽക്കുന്ന ജനത്തിൻ്റെ ന്യായവിധി ചുമന്നുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നിൽക്കുന്നത് എന്ന് താൻ ഓർക്കണം. ഈ ജനത്തിന് വേണ്ടി ന്യായവിധി ചുമക്കാൻ എന്നെ ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് താൻ ഓർത്തുകൊള്ളണം എന്നാണ് വേദപുസ്തകം കർത്താവ് കൊടുത്ത കൽപ്പന. നോക്കണം, അതിന് എബ്രായ ലേഖനം 7-ാം അധ്യായം 27-28 വാക്യങ്ങളോടൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ, നോക്കണം, ഒരിക്കലായി താൻ കർത്താവ് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സദാ പക്ഷപാതം ചെയ്യുന്നു എന്ന് വേദപുസ്തകം നമ്മൾ വായിക്കുന്നു. അങ്ങനല്ലേ വായിക്കുന്നത്? അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ന്യായവിധി, ഈ പുരോഹിതൻ ജനത്തിൻ്റെ ന്യായവിധി തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നത് പോലെ നമ്മുടെ എല്ലാം ന്യായവിധി ആര് വഹിച്ചു? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഹിച്ചു. ഈ പുരോഹിതൻ നമ്മുടെ ഈ മഹാപുരോഹിതൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിന് നിഴലാണ്. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം കൂടെ നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം. ഈ
ആ 28 പുറപ്പാട് പുസ്തകം 28 അധ്യായം 9 മുതലുള്ള വാക്യം കൂടെ വായിക്കണം. 9. അതുകൂടാതെ 2 ഗോമേദക കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്ര കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിന്റെ ചുമൽ കണ്ടങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വയ്ക്കണം. അഹരോൻ യഹോവയുടെ മുൻപാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ 2 ചുമലിന്മേലും വഹിക്കണം. നോക്കണം, ഈ 2 ചുമലിലും ഈ ഏഫോദിന്റെ അങ്കിയുടെ ചുമൽ ഭാഗം, ഈ വരുന്ന ഷോൾഡറിന്റെ ഈ ഭാഗത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സ്റ്റാർ പിടിപ്പിച്ചിരിക്കുന്നത് പോലെ 2 ഗോമേദക കല്ല്, ഇവിടെ ഒരു കല്ല്, ഇവിടെ ഒരു കല്ല്. ഒരു കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേര്, മറ്റേ കല്ലിൽ 6 ഗോത്രങ്ങളുടെ പേര്. അത് മുദ്രക്കൊത്ത് ആയിട്ട് എന്ത് ചെയ്യണം? ഒത്തി പതിപ്പിക്കണം. പതിപ്പിച്ചിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ, യഹോവയുടെ സന്നിധി നിൽക്കുമ്പോൾ ഈ 12 ഗോത്രത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എന്ന് അവർ ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തിരുസന്നിധിയിൽ നിൽക്കുന്നത് ഈ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിൽ ഈ സമാഗമന കൂടാരത്തിനുള്ള ബന്ധത്തിൽ പുരോഹിതൻ കേവലം 12 ഗോത്രത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ കൃപാസനത്തിൽ എത്തിയതെങ്കിൽ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എബ്രായത്തിൽ പറഞ്ഞു, അവർ ശ്രേഷ്ഠ മഹാ പുരോഹിതൻ. ആ പുരോഹിതൻ നിത്യതയാകുന്ന സ്വർഗത്തിലെ കൃപാസനമാകുന്ന സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് കേവലം 12 ഗോത്രത്തിന് വേണ്ടിയിട്ടല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷയിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും ഒരു വലിയ സമൂഹത്തെ ജനത്തെ തിരഞ്ഞെടുക്കുവാൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ താൻ ഈ മുഴുമാനവകുലത്തിന് വേണ്ടി വർണ്ണവർഗ വ്യത്യാസം കൂടാതെ, ഭാഷ വ്യത്യാസം കൂടാതെ, സംസ്കാര വ്യത്യാസം കൂടാതെ ഈ ഭൂമിയിലുള്ള സകല ജനത്തിനും വേണ്ടിയിട്ടാണ് താൻ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ മഹാപുരോഹിതൻ തൻ്റെ പാപങ്ങൾക്ക് യാഗം കഴിച്ചിട്ട് അവിടെ സന്നിധിയിൽ നിൽക്കുന്നു. എന്നാൽ ഈ കൃപാസനത്തിലെത്തി. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മൃഗത്തെ കൊന്നിട്ട് അല്ല, തൻ്റെ ജീവനെ കാൽവരിയിൽ അർപ്പിച്ചിട്ട്, തൻ്റെ ജീവനെ മറുവിലയായി അർപ്പിച്ചിട്ട്, ആ ജീവനുമായിട്ട് സ്വർഗത്തിൽ തിരുസന്നിധി നിൽക്കുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 2 അധ്യായം 5, 6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുക്കപ്പെട്ട മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നിരിക്കെ മരിച്ചവരോടും വിശുദ്ധന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ച് കാലം പോക്കി ജീവിതത്തെ സ്വയം വഞ്ചിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് മധ്യസ്ഥനായി, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ മഹാശ്രേഷ്ഠ പുരോഹിതനായ ക്രിസ്തു തന്നെ. പഴയ കാലത്ത്, പഴയ നിയമ ന്യായപ്രമാണ കാലത്ത് ഒരു മധ്യസ്ഥന ഉണ്ടായിരുന്നു. അന്നും ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. അതാണ് പുരോഹിതൻ. മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നവനാണ് പുരോഹിതൻ. എന്നാൽ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നവനായിരുന്നു പ്രവാചകൻ. അങ്ങനെ 2 ഗണമാണ് ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്നത്. പഴയ നിയമകാലത്ത് 2 ഗണമാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആലോചനകളെ മനുഷ്യനോട് അറിയിക്കേണ്ടതിന് മധ്യവർത്തിയായി പ്രവർത്തിച്ചത് പ്രവാചകനാണ്. എന്നാൽ മനുഷ്യന്റെ പാപത്തിനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കും വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിച്ചവന്റെ പേരാണ് പുരോഹിതൻ. അപ്പൊ ആ പൗരോഹിത്യം ന്യായപ്രമാണത്തോടു കൂടി അവസാനിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ക്രിസ്തു ഉണ്ട്. അതാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ
ആമ പുതിയ നിയമത്തിലും വേറെ മധ്യസ്ഥനില്ല, പഴയ നിയമത്തിലും വേറെ മധ്യസ്ഥനില്ല. അതുകൊണ്ട് ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്ത ക്രിസ്തു തന്നെ. അതുകൊണ്ട് ജീവിതകാലത്ത് പുണ്യവാളന്മാരോടും മരിച്ചുപോയവരോടും ജീവിച്ചിരിക്കുന്നവരോടും ഒക്കെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാലം പോക്കി സ്വയം ആത്മവഞ്ചന നടത്താതെ തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞ്, തിരുവെഴുത്തുകളെ വിശ്വസിച്ച് എന്താണ് പുതിയ നിയമം എന്താണ് പഴയ നിയമം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിങ്കലേക്ക് തിരികെയാണ് വേണ്ടത്. കേവലം പാരമ്പര്യങ്ങളിലും അബദ്ധജടിലമായ അർത്ഥമില്ലാത്ത വ്യർത്ഥമായ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങളെ വ്യർത്ഥവും നിഷ്ഫലമായ നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് അഴിഞ്ഞു പോകുന്ന പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറപ്പെട്ട വ്യർത്ഥവും പിതൃപാരമ്പര്യവും. പാരമ്പര്യങ്ങൾക്കല്ല, ക്രിസ്തുവിന്റെ വചനങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ചുമൽക്കണ്ടം വിളിച്ച് പറയുന്നൊരു കാര്യം, ഞാൻ നിൽക്കുന്നത് എൻ്റെ ജനത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്തു തൻ്റെ പിതാവിങ്കൽ നിൽക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് തിരുവെഴുത്ത് നമ്മളെ വിളിച്ചു പറയും. ഇനി പുരോഹിതൻ്റെ വസ്ത്രം കൊണ്ടുള്ള, പൗരോഹിത്യ വസ്ത്രം കൊണ്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 28-ന്റെ 42, 43 കൂടെ ഒന്ന് വായിക്കാമോ? ഇത് പോയിട്ട് എന്തൊക്കെയാണുള്ളത്? അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽ ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെ എത്തണം. അഹരോനും അവന്റെ പുരോഹിതന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അഹരോൻ ശുശ്രൂഷകന്മാർ യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിക്കാനായിട്ട് കയറുന്ന സമയത്തോ ഇതിനകത്തുള്ള യാതെങ്കിലും ഒരു ശുശ്രൂഷയിൽ തങ്ങളുടെ നഗ്നത പുറത്ത് കണ്ടിട്ട് ദൈവകോപം ഉണ്ടായി അവൻ മരിക്കാതിരിക്കേണ്ടതിന് അവന് അര മുതൽ മുഴങ്കാൽ വരെ എത്തുന്ന മറ്റൊരു അടിവസ്ത്രം കൂടെ വേണം എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരുടെ പ്രധാന സംഗതി നിന്റെ നഗ്നത വെളിപ്പെടാതിരിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നഗ്നത, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നീ അരിഷ്ടനും നഗ്നനുമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിനക്ക് നിന്റെ നഗ്നത മറയ്ക്കാൻ നീ ദൈവത്തോട് ചോദിച്ചു കൊള്ളുവാൻ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അപ്പം നഗ്നത വെളിപ്പെടരുത്. ശുശ്രൂഷ വൃന്ദമാകട്ടെ, ഈ പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രത്യേക പദവി ദൈവം നൽകിയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ച് ജീവിതം വേർതിരിച്ച് നിൽക്കുന്നു എങ്കിലും ബാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെല്ലാം ഈ രാജകീയ പുരോഹിത ശുശ്രൂഷയുടെ പൗരോഹിത്യത്തിൻ്റെ പങ്കാളികളാണ്. പ്രേക്ഷകർ നമ്മുടെ വിളിക്കകത്ത് അങ്ങനൊരു രാജകീയ പൗരോഹിത്യം 1 പത്രോസ് 2:9 എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ കിടപ്പുണ്ട്. പ്രേക്ഷകർ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ നമ്മൾ പുതിയ നിയമസഭയ്ക്ക് ആകട്ടും പഴയ നിയമസഭയുടെ ഗതി അത് തന്നെയാണ്. ശുശ്രൂഷകന് ഒരു നിയമം, വിശ്വാസിക്ക് വേറൊരു ചട്ടം എന്ന് ബൈബിളിലില്ല. പിന്നെ ഞങ്ങൾക്ക് ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്ക് വിശ്വാസികളെക്കാളും ഒരുപടി കൂടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ഒരു ചട്ടം പരിശുദ്ധാത്മാവിനാൽ പൗലോസ്, സ്വന്തം ആത്മാവിനാലല്ല, പരിശുദ്ധാത്മാവിനാൽ പൗലോസ് 3 ലേഖനങ്ങളിലായിട്ട് എഴുതി വെച്ചു ഇല്ലേ? 1, 2 തിമോഥെയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങൾ ഇടയലേഖനങ്ങളായി ഞങ്ങൾ ശുശ്രൂഷകന്മാരായി ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾ അവരെക്കാൾ ഒരു പടി കൂടെ മുമ്പിൽ നിൽക്കണം. അതേ സമയത്ത് തന്നെ വിശ്വാസികൾ ഒട്ടും എന്ത് ചെയ്യാൻ പാടില്ല, അതിന് താഴേക്ക് പോകാനും പാടില്ല. എല്ലാവർക്കും നിയമം ഈക്വലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ വസ്ത്രധാരണത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം അതിൻ്റെ ഒരു പ്രത്യേക നിലവാരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ട് എന്താ പറയുന്നത്, നമുക്ക് ഈ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വരുന്നത് മനുഷ്യപ്രവൃത്തിയിലൂടെയാണ്. ഈ ഒരു കാലഘട്ടം വരെ എനിക്ക് തോന്നുന്നൊരു 10-25 വർഷം മുമ്പ് വരെ സംസ്കാരങ്ങൾ പെട്ടെന്ന് മാറില്ല. ക്രമേണ. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഈ ലോകത്തിൻ്റെ സംസ്കാരം മൊത്തത്തിൽ മണിക്കൂറുകളുടെ ദിവസങ്ങൾ കൊണ്ട് പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വരിക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലോകം ചെറുതായി, പുതിയ നവീനമായ മാധ്യമങ്ങൾ, നവീനമായ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ
ലോകം ചെറുതായി, മനുഷ്യൻ വലുതായി, കാര്യങ്ങളെല്ലാം ഒരു നൊടി കൊണ്ട് ലോകമെമ്പാടും നടക്കുന്ന സംഗതികൾ മനുഷ്യന് പെട്ടെന്ന് കാണാനും അറിയാനും മനുഷ്യൻ അതിലേക്ക് വഴുതി വീഴുവാനും തുടങ്ങിയതുകൊണ്ട് സംസ്കാരങ്ങളെല്ലാം വേഗത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. ശരിയാണോ അല്ലേ? ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്കാരമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സംസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കാരം. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലതും ചീത്തയുമായി ചേർന്ന് ഇഴുകിക്കിടക്കുന്നിടത്തുനിന്ന്, നല്ലതും ചീത്തയുമായിട്ട് ചേർന്ന് കിടക്കുന്നതിനകത്തുനിന്ന് നല്ലതിനെ വേർതിരിച്ചെടുത്ത് സൂക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ പറയാം. പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മത്സ്യ സംസ്കരണ യൂണിറ്റ് എന്ന് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറയാം. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് നല്ലതും ചീത്തയും ഉണ്ട്, എല്ലാം കൂടി കുഴഞ്ഞാ വരുന്നത്. അതിനകത്തുനിന്ന് നല്ലതിനെ മാത്രം എടുത്ത് അതിനെ പ്രത്യേകം ശുദ്ധിയാക്കി വൃത്തിയാക്കി കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് സംസ്കരിക്കുക എന്ന് പറയാം. സംസ്കാരം എന്ന് പറയുന്ന അർത്ഥം. സന്ദർഭോചിതമായ ചില വ്യത്യാസങ്ങൾ ആ വാക്കിനുണ്ട്. അപ്പം സമൂഹത്തിലുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികൾ, മനുഷ്യൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, ഇവകളെല്ലാം നല്ലതും ചീത്തയുമായിട്ട് കിടക്കുന്നതിനകത്തുനിന്ന് നല്ലത് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സംസ്കാരം എന്ന്. അതാണ് നമ്മൾ പറയുന്നത് അവൻ്റെ സംസ്കാരം മോശമായ സംസ്കാരമാണ്, ആ കമ്മ്യൂണിറ്റിയുടെ സംസ്കാരം മോശമാണ്, അല്ലേ? പറയാറില്ലേ നമ്മുടെ ഇവൻ നല്ല സംസ്കാരത്തിന് ഉടമയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുത്തഴിഞ്ഞ ജീവിതമുള്ളവനാണെന്നാണ്. അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലേക്ക് വരിക. ആ സംസ്കാരത്തിൻ്റെ അത് അവൻ്റെ വേഷം, അവൻ്റെ ഭാഷ, അവൻ്റെ ജീവിതചര്യ, അവൻ്റെ ഇടപാടുകൾ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ അതിപ്രധാനമായ ഒരു പ്രധാനമായ സംഗതിയാണ് ഒരു മനുഷ്യൻ്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. പ്രീശല്ലോ ലേലോയ. ഒരു മനുഷ്യൻ്റെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവൻ്റെ സംസ്കാരത്തെ വിളിച്ചോതുന്നു. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സ്വഭാവത്തെയും വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. അപ്പോൾ പുരോഹിതനകത്ത് ചെല്ലുമ്പോൾ നിൻ്റെ നഗ്നത വെളിപ്പെടാതിരിക്കണതിന് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നഗ്നത മറയ്ക്കുക എന്നുള്ളത്. അവൻ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് അത് മുമ്പോട്ട് പോകുമെങ്കിലും ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ തേജസ്സിൻ്റെ അങ്കി ഉടുപ്പിച്ചു. തേജസ്സിൻ്റെ അങ്കി ഉടുപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രഭ, നമുക്ക് ഈ നിൽക്കുന്ന പ്രകാശം നിൽക്കുന്ന ബൾബ്, അത് ബൾബാണെന്നറിയാം. പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ പ്രകാശത്തിൻ്റെ പ്രഭ കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു പ്രഭ, ഒരു തേജസ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ നടക്കും, എങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖം എന്ത് ചെയ്തെന്നാണ് വായിച്ചത്? അവൻ ശോഭിച്ചു പ്രകാശിച്ചത് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഇതുപോലൊരു പ്രഭയുടെ ഒരു തേജസ് ഒന്നാം മനുഷ്യനായ ആദാമിലും ഹവ്വയിലും ഉണ്ടായിരുന്നു. പാപം ചെയ്ത നിമിത്തം ആ തേജസ് അവനെ വിട്ടുപോയി, അവൻ്റെ നഗ്നത വെളിപ്പെട്ടു. അപ്പോൾ ഈ നഗ്നത വെളിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, നഗ്നത എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് മറയ്ക്കപ്പെടേണ്ടതാണ്. ഈ നഗ്നതയെ പുറത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഇവർ അത്തിയെല്ലാം കൂട്ടി തുന്നി ഒരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി ഉടുത്ത് വെയിൽ വന്നപ്പോഴത്തേനും എന്ത് ചെയ്തു? അത്തിയിലെല്ലാം ചുരുങ്ങി അവിടെ ആയിട്ടൊക്കെ എന്ത് ചെയ്തു? അവിടെ ആയിട്ടൊക്കെ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ വസ്ത്രധാരണം പോലെ അവിടെ ഒക്കെ എന്ത് ചെയ്തു? അവിടെ ആയിട്ടൊക്കെ എന്ത് ചെയ്തു? വെളിയിലേക്ക് വന്നു. ഒക്കെ വെട്ടി ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തു, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഈ ടൗസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും അന്നത്തെ ദാരിദ്ര്യം കൊണ്ടാണ് ഈ ടൗസറിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കും. പിള്ളേർ ഈ പാളക്കകത്ത് വെച്ച് നമ്മളെ വലിക്കുന്നതും ഇരിക്കുന്നതും നിരങ്ങുന്നതും നമ്മുടെ ഇല്ലായ്മയും കൊണ്ട് എന്ത് ചെയ്യും? ഈ ടൗസറിൻ്റെ പുറം ഭാഗം, അങ്ങനെയുള്ള ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിൽ ഏതാണ്ട് എല്ലാവർക്കും അതറിയാം. അന്ന് ഈ ടൗസറിൻ്റെ പുറകു ഭാഗമൊക്കെ രണ്ട് ഹോള് വീഴും. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമുക്ക് വേറെ വസ്ത്രമില്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പതുക്കെ നൈസായി എന്ത് ചെയ്യും? ഈ കൈയൊക്കെ പുറകിൽ കെട്ടി അറ്റൻഷനായിട്ട് ഇതിനെ മറച്ചുകൊണ്ട് നടക്കും, ഇല്ലേ? മറച്ചുകൊണ്ട് നടക്കും.
ഇന്ന് പിള്ളേർക്ക് ചന്തി കീറിയിടുന്നത് ഫാഷനാണ്. ശരിയല്ലേ? മറച്ചുകൊണ്ട് നടക്കുന്നത് അവർക്ക് അപമാനവും തുറന്ന് കാണിക്കുന്നത് അഭിമാനവുമായിട്ട് കാണുന്ന ആണും പെണ്ണും എല്ലാം ഇതിൻ്റെ കണക്ക് തന്നെയാണ്. വിശ്വല്ലോ അറുത്തും കീറിയും മുറിച്ചും ഒക്കെ ഇട്ട് തങ്ങളുടെ നഗ്നതയെ വെളിയിലേക്ക് കാണിക്കുന്നത് അവർക്കൊരു അഭിമാനമായി കാണുന്നു. അത് ദൈവികമല്ല, അതിൻ്റെ പിന്നെ അതൊരു പൈശാചികതയാണ്. വിശ്വം നമ്മുടെ കുട്ടികളോട് നിന്നും പറഞ്ഞാൽ അവിടെ തലയിൽ കയറിയില്ല. ശരിക്കും ദൈവഭയമുള്ളവർ ഇതിനി വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ പെന്തക്കോസ് ഇത് പെന്തക്കോസിനകത്തല്ല, ഇതൊരു ഒരു വല്ലാത്തൊരു കുത്തൊഴുക്കായിട്ട് മാറിക്കഴിഞ്ഞു. ആർക്കും ആരോടും ഒന്നും പറയാൻ കഴിയാത്ത കണ്ടീഷനായി. ഇതുപോലൊക്കെ ഇതിപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ടായതുകൊണ്ട് നമുക്ക് ധൈര്യസമേതം പ്രസംഗിക്കാം. മറ്റുള്ള സന്ദർഭങ്ങളിൽ സഭയിലൊന്നും ഇതൊന്നും പ്രസംഗിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക സാഹചര്യം എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു, വസ്ത്രധാരണം അതിപ്രധാനമായ സംഗതിയാണ്. നഗ്നത വെളിയിൽ കാണിച്ച് നടക്കുന്നത് ദൈവത്തിന് ദൈവപ്രസാദം ഉണ്ടാകുന്ന കാര്യമല്ല, ദൈവകോപത്തിന് ഇടവരുത്തുന്നതാണ്. ആമേൻ. പ്രൈസ്. ഇന്ന് ലോകം മുഴുവൻ വ്യാപരിക്കപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിക്കകത്ത് വല്ല പ്രകാശനമുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിലൂടെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ലോകത്തിലേക്ക് നോക്കിയാൽ ഇന്ന് ലോകം മുഴുവൻ വ്യാപരിക്കപ്പെടുന്ന ഒരാത്മ വ്യാപാരമുണ്ട്. ആ വ്യാപാരത്തിൻ്റെ പേര് ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഗ്രഹിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഇന്ന് ലോകം മുഴുവൻ വ്യാപരിക്കപ്പെടുന്ന ഒരു വ്യാപാര ശക്തി എന്ന് വെച്ചാൽ ഒരു വ്യഭിചാരത്തിൻ്റെ ആത്മവ്യാപാരം ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹം മുഴുവൻ വ്യാപരിക്കുന്നത്. എത്ര പേരത് മനസ്സിലാക്കി? ആരെങ്കിലും മനസ്സിലാക്കിയവർ ഇതിനകത്തുണ്ടോ? ഉണ്ടോ ഇതിനകത്ത്? അതോ എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ? ലോകം ഈ ഭൂമിയെ മുഴുവൻ ഒരു വേശ്യാവൃത്തിയുടെ, ഒരു വ്യഭിചാരത്തിൻ്റെ ഒരു ആത്മവ്യാപാരം അതിങ്ങനെ വ്യാപരിക്കുക. അതിങ്ങനെ അത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ വലിയ പിശാച് ഇങ്ങനെ വന്നിരുന്ന് ആടുന്നത് പോലെയൊന്നും അല്ല അത് വ്യാപരിക്കുന്നത്. അത് വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുക. അതിൻ്റെ ഒരു കാറ്റ് ദൈവസഭയ്ക്കകത്ത് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ്. ഇന്നത്തെ വസ്ത്രധാരണം എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ അകത്ത് ഇടുന്ന വസ്ത്രം പുറത്ത് കാണിക്കുന്നത് നമുക്ക് ലജ്ജയായിരുന്നു. അകത്തെ വസ്ത്രം, ഇന്നറായിട്ടുള്ള വസ്ത്രങ്ങളെ നമ്മൾ അകത്ത് ധരിക്കുന്നതെന്നും പുറത്ത് കാണരുതെന്ന്. ഇന്ന് അകത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം പുറത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളായിട്ടാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറം വസ്ത്രം ഇല്ല, അകത്ത് ധരിക്കുന്ന അടിവസ്ത്രങ്ങൾ വിട്ടുകൊണ്ടല്ലേ ഇന്ന് നടക്കുന്നത്. ശരിയാണോ? അല്ലേ? ശരിയാണ്. ഒട്ടിപ്പിടിച്ചതും പറ്റിപ്പിടിച്ചതും ഇല്ലേ? ഇതിൽ ഏറ്റവും ഇപ്പം സ്ത്രീകൾ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ വല്ലാത്ത വിഷമോ വിമർശനമോ ഒക്കെ ഉണ്ടായി. എനിക്കത് ആര് വിമർശിച്ചാലും ഈ കാര്യത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ വിഷയത്തിൽ എനിക്ക് നോ പ്രോബ്ലം. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സഹോദരിമാരെ ഇതിൽ ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് പിശാച് ഇതിനായിട്ട് വഴിതിരിച്ച് കരങ്ങളിലെടുക്കുന്ന സഹോദരിമാരാണ്, സ്ത്രീകളെയാണ്. ഇന്ന് നിങ്ങൾ സഹോദരിമാരിട്ടേക്കുന്ന ടോപ്പിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ഇന്നർ ലെഗിൻസ് എന്ന് പറഞ്ഞൊരു വസ്ത്രം ഇട്ടേക്കുന്ന അത് കേവലം അടിവസ്ത്രമാണ്. പണ്ട് കാലങ്ങളിൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ശരീരത്തിന് ചൂട് കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച അടിവസ്ത്രങ്ങളാണ്. ഈ ഫാഷൻ്റെ മുഴുവൻ മണ്ഡലങ്ങൾ ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. മനസ്സിലായവർക്കായി സ്തോത്രം. ഫാഷൻ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മാന്യമായി ജീവിക്കുന്നവരല്ല, സമ്പന്നന്മാരുടെ ഇടയിൽ നിന്നും അതുപോലെ ഫാഷൻ്റെ ഒരു ലോകമുണ്ട്. അവരെന്തിനും ഏതിനും വേണ്ടിയിട്ട് തങ്ങളുടെ ശരീരങ്ങളെ വിറ്റ് കാശാക്കാൻ നടക്കുന്നവരാണ്. വേദപുസ്തകം പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പം ഈ ശരീരത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ഒരു വേശ്യാവൃത്തിയുടെ ആത്മവ്യാപാരം തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ അകത്ത് പ്രകാശനമുണ്ടായ, അകത്ത് ദൈവാത്മാവിൻ്റെ വ്യാപാരമുള്ള ഒരു വ്യക്തിക്ക് തികച്ചും അറിയാം അത് ഏതിൻ്റെ വ്യാപാരമാണ്. അത് അവരറിഞ്ഞോ അറിയാതെയോ ഈ സഹോദരങ്ങൾ അവർ സ്വമേധയല്ല, ലോകം ഇങ്ങനെ, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ. നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ കളിയാക്കും, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കില്ല. പക്ഷെ നമ്മളൊരു തിരിച്ചറിവുണ്ടാകണം. ദൈവസഭയ്ക്കകത്തുള്ള ദൈവജനം ഒരു തിരിച്ചറിവുണ്ടാകണം. എൻ്റെ ശരീരം ഒരു പ്രദർശന വസ്തു അല്ല, ദൈവാത്മാവ് വസിക്കേണ്ട ആലയമാണ്. അതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നതിൻ്റെ സാരം, നിങ്ങളുടെ നഗ്നത എന്ത് ചെയ്യരുത്? വെളിപ്പെടുത്തുക. അത് ശുശ്രൂഷകൻ്റെ ആയാലും ശരി തന്നെ, വിശ്വാസികളുടെ ആയാലും ശരി തന്നെ, നമ്മൾ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും നമ്മുടെ നഗ്നത മറയുന്ന ഒരു വസ്ത്രം ഉണ്ടാകണം. സഹോദരിമാർ, പണ്ടുള്ള സഹോദരിമാരെല്ലാം
തങ്ങളുടെ ശരീരങ്ങളെ മറയ്ക്കാൻ ആവോളം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള സഹോദരിമാരും കുറവൊന്നുമല്ല. ഒരു ചെറിയ വിഭാഗം, ഒരു ചെറിയ ന്യൂനപക്ഷം ആളുകൾ ദൈവസഭയ്ക്കകത്തും ശരീരങ്ങളെ മറയ്ക്കുന്നതിൽ അവരിന്നും വ്യഗ്രതയോടെ നിൽക്കുന്നു. ഒരു ന്യൂനപക്ഷം ആളുകൾ അതിനെ വകവയ്ക്കാതെ അവരുടെ ശരീരങ്ങളെ പ്രദർശിപ്പിക്കുന്നു. ഹലോ ഹലോ തലയ്ക്കകത്തോട്ട് കയറുന്നോ ഇല്ലയോ? പണക്കം വല്ലതും ഉണ്ടോ? നിങ്ങൾ പണങ്ങിയാലും ആര് പണങ്ങിയാലും തിരുവെഴുത്തിൻ്റെ സത്യങ്ങളാണ്. അത് പറയാതിരിക്കാൻ വഴിയില്ല. എന്താണെന്നറിയാമോ? നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വകയില്ല. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് നിർമ്മലമായി അത് ശുശ്രൂഷിച്ചില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കാനുള്ളത് കൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന തിരുവെഴുത്തുകൾ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പ്രസംഗങ്ങൾ തുടങ്ങിയ കാലം മുതലേ ഇന്ന് വരെയും അതില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നതയെ മറച്ചുകൊള്ളേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. വേദപുസ്തകം പറയുന്നു, നീ മരിക്കാതിരിക്കേണ്ടതിന് നിൻ്റെ നഗ്നത വെളിപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭാഗം ഇവിടം കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.